ഇന്നത്തെ കാറ്റത്തെ കിളിക്കൂടെ എപ്പിസോഡ്. സുധീഷ് എണീക്കുന്നു. നേരം വെളുത്തോ? നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുന്നു. എൻ്റെ ദൈവമേ. സുഭാഷേട്ടൻ അപ്പം ഷർട്ട് എടുക്കാൻ വരുന്നു. സുഭാഷേട്ടാന്ന് പറഞ്ഞ് കയ്യെ കയറി പിടിക്കുന്നു. വിടടാ, നീ എന്നെ അങ്ങനെ വിളിച്ചു പോരുത്. നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് അറപ്പ് തോന്നുക. നീ ഇത്ര നെറുകെട്ടവനാണെന്ന് ഞാൻ വിചാരിച്ചില്ലടാ. അനിയനാണെന്ന് പറയാൻ എനിക്ക് നാണക്കേട് തോന്നുക. ആ പെണ്ണിനോട് നീ എന്താ ചെയ്തതെന്ന് അറിയാമോ? സുഭാഷേട്ടാ, ഒരു വിശദീകരണം എനിക്ക് കേൾക്കണ്ട. എൻ്റെ വായിൽ നിന്ന് എന്ത് വീഴുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. നിനക്ക് എന്താ വേണ്ടതെന്നറിയാമോ? രാത്രി ആ പെൺകുട്ടിയുടെ മുറിയിൽ കയറി രഹസ്യമായി കതവടച്ച് കുറ്റിയിട്ടിട്ട് ആ കട്ടിലിൽ കയറി കിടക്കുന്നു. ഇന്നലെ നീ നിന്റെ ഭാര്യയാണെന്ന് പറഞ്ഞല്ലോ. നറേറ്റർ റേപ്പ് ഉണ്ടെന്ന് അറിയാമോ നിനക്ക്? ഭാര്യയുടെ മുറിയിൽ കയറി അധികാരം കാണിക്കാൻ നോക്കുന്നു. നീയും പത്രത്തിൽ കാണുന്ന റേപ്പിസ്റ്റും തമ്മിൽ എന്താണ് ബന്ധം? അങ്ങനെയൊന്നുമില്ല. നീ എൻ്റെ കൺമുന്നിൽ പെട്ടുപോകരുത്. ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് അങ്ങ് ചെയ്തതാ. എന്ത് ദേഷ്യം? ഒരു പെൺകുട്ടിയുടെ മുറിയിൽ കയറി വേണ്ടാധീനം കാണിക്കുന്നതാണോ ചെയ്യുന്നത്? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, വെറുതെ പറയുകയാണ്. ഞങ്ങൾ ഇവിടെ ഉണ്ടായതുകൊണ്ട്. ആ കുട്ടി മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ കുട്ടിയുടെ അവസ്ഥ എന്തായിരുന്നേനെ? ഒന്നുമില്ലെങ്കിൽ നീ പഠിച്ചവനെങ്കിലും അല്ലയോ? ഒരു പെൺകുട്ടിയോട് എങ്ങനെ പെരുമാറണമെന്ന് നിനക്ക് അറിഞ്ഞുകൂടെയോ? നിന്നെ വിശ്വസിച്ച് നിന്റെ കാറിൽ കയറുന്നവരോട് നീ ഇങ്ങനെയാണോ പെരുമാറുന്നത്? അപ്പോഴത്തേന് ഹരീഷ് അങ്ങോട്ട് കയറി വരുന്നു. ഇയാളെ ഉപദേശിച്ച് സമയം കളയാതെ വാ സുഭാഷേട്ടാ. എടാ ഒന്ന് പോടോ. എടാ നികേഷേ, സോറി എടാ, ഞാൻ അറിയാതെ ചെയ്തു പോയതാ. മിണ്ടാതെ പോവാൻ നോക്ക്. എടാ ഹരീഷേ മോനെ, ദേഹത്തൊന്ന് കൈയിട. എടാ അറിയാതെ പറ്റിപ്പോയതാ. എന്നെ നിനക്ക് അറിഞ്ഞൂടെ? എച്ചി കൈയെടുക്കടോ, മാറി നിൽക്കടോ. സുഭാഷേട്ടാ ഞാൻ പോവാണ്. എടാ നീ ഇത് കൈവച്ചോ. കോളേജ് വിട്ട് കഴിഞ്ഞാൽ കറങ്ങാൻ നിൽക്കണ്ട, വീട്ടിൽ വരണം. ശരി സുഭാഷേട്ടാ. സുഭാഷേട്ടാ ഞാൻ പറയുന്ന കേൾക്കുകയെങ്കിലും ചെയ്യ്. എന്നെ നോക്കി എന്തെങ്കിലും ഒന്ന് ചെയ്യുകയെങ്കിലും ചെയ്യ്. കൈയെടുക്കടാ. സുധീഷ് നിധിയുടെ റൂമിലേക്ക് അന്വേഷിച്ച് പോകുന്നു. അവൾ അവിടെ ഇല്ല, നേരത്തെ ജോലിക്ക് പോയി എന്ന് അച്ഛൻ പറയുന്നു. എടാ നീ ഇത്ര മണ്ടനായിപ്പോയല്ലോ. നിങ്ങൾ ഒറ്റൊരുത്തം കാരണമാണ് ഇതുണ്ടായത്. വെറുതെ ഇരുന്ന് എന്നെ പിരികേറ്റി ഇവിടെ വരെ എത്തിച്ച്. നിങ്ങളൊരച്ഛൻ തന്നെയാണോ? നിങ്ങൾക്ക് നാണമില്ലയോ? എടാ ഇത് ഞാനല്ലേ അങ്ങോട്ട് പറയണ്ടേ? നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണമെന്ന് ഞാൻ പറഞ്ഞു. മുഴുക്ക കള്ളു കുടിച്ചിട്ട് അവിടെ ഒരു കട്ടിലേ കയറി കിടക്കാൻ ഞാൻ പറഞ്ഞോടാ നാറി. നിങ്ങളോട് ഞാൻ ഉപദേശം ചോദിച്ചു വന്നോ? നിങ്ങൾ എൻ്റെ തലയിൽ കയറി ഇരുന്നിട്ട് ഇപ്പം കുറ്റം മൊത്തം എനിക്ക്. പിന്നെ നീ പ്രൈമറി സ്കൂളിൽ പഠിക്കുമല്ലയോ? നുണ പറഞ്ഞൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചിട്ട് ഇവിടെ വരെ എത്തിച്ചിട്ട് നിനക്ക് ഈ കാര്യത്തിന് മാത്രം ബുദ്ധിയില്ലായിരുന്നോ? ഇക്കാലം അത്രയും ഞാൻ നല്ല പേര് സമ്പാദിച്ചിട്ട് ഇങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നോ? ഭാര്യയും ഭർത്താവായി ജീവിക്കുന്നതിന് എനിക്ക് സങ്കടമുണ്ടെന്ന് നിങ്ങളോട് ഞാൻ വന്ന് പറഞ്ഞായിരുന്നോ? അവളിപ്പോൾ എന്നെ എങ്ങനെ കാണുന്നതെന്ന് അറിയാമോ? നിങ്ങൾ മിണ്ടാതെ എൻ്റെ മുന്നിൽ നിന്ന് പോ. ഞാൻ ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഈ നടന്ന കാര്യത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിവ്യ ചോദിക്കുന്നു, നിധി എന്തേ ഓക്കെ ആണോ? അതെ. അല്ല ഡള്ളായി. അതൊന്നുമില്ല, ഇന്നലെ ഉറങ്ങാത്തതുകൊണ്ടാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല, ഉറക്കം വന്നില്ല. അല്ല ഡള്ളായതുകൊണ്ട് ഞാൻ ചോദിച്ചതാണേ. സുധീഷ് അപ്പോഴത്തേന് നിധിയുടെ ഫോണിൽ മെസ്സേജ് അയക്കുന്നു. നിധി കാണുന്നുണ്ട്, പക്ഷേ റിപ്ലൈ ഒന്നും കൊടുക്കുന്നില്ല. ഫോണിൽ വിളിക്കുന്നു. അപ്പോഴത്തേന് നിധി 5-6 വട്ടം വിളിക്കുന്നു. നിധി എടുക്കുന്നതുമില്ല. സോറി നിധി എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട്. നിധിയാണെങ്കിൽ ദിവ്യയോട് പറയുന്നു, നമുക്കൊരു കോഫി കുടിച്ചിട്ട് വന്നാലോ? ഫോൺ അവിടെ വെച്ചിട്ട് പോകുന്നുണ്ട്. അല്ല ദിവ്യ, നിങ്ങളുടെ ഹോസ്റ്റൽ എവിടെയാണ്? അധിക ദൂരമൊന്നുമില്ല, ബസ്സിൽ കയറിയ 4ാമത്തെ സ്റ്റോപ്പ്. അല്ല ഓഫീസിൽ കയറാൻ എത്ര മിനിറ്റ് എടുക്കും? 50-20 മിനിറ്റ്, അതിനുള്ളിൽ എത്തും. അവിടെ വല്ല ഒഴിവെങ്ങാണോ ഉണ്ടോ? നിധിക്കാണോ? അതെ. അല്ല റിലേറ്റീവിൻ്റെ വീട്ടിലാണെന്നല്ലേ പറഞ്ഞത്? അവിടെ തന്നെയാണ്. ഇവിടെ നിന്ന് പോയി വരാൻ ബുദ്ധിമുട്ടുണ്ട്. കൃത്യസമയത്ത് ബസ്സും കിട്ടത്തില്ല. പിന്നെ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വരണ്ടായോ? അതുകൊണ്ടാണ് അടുത്ത് ഹോസ്റ്റലിൽ നോക്കാമെന്ന് കരുതിയത്. അല്ല റിലേറ്റീവിൻ്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോഴേ ഹോസ്റ്റലിൽ നിൽക്കണമെന്നാണ് പ്ലാൻ ചെയ്ത് വന്നിരുന്നത്. എന്നെ വിചാരിച്ച് ജോലി കിട്ടിയിട്ട് മതിയെന്ന്. പിന്നെ അതല്ല, വീട്ടിൽ ആൾക്കാരുടെ എണ്ണവും കൂടുതൽ. രാവിലെ എനിക്ക് ലഞ്ച് ഉണ്ടാക്കിക്കൊണ്ട് വരികയും ചെയ്യണ്ടേ? അത് അവർക്ക് ബുദ്ധിമുട്ടല്ലയോ? പക്ഷേ ഹോസ്റ്റലിലെ ഫുഡ് മോശമാണ്. അത് സാരമില്ല, ഒഴിവുണ്ടെങ്കിൽ ഇന്ന് തന്നെ അങ്ങോട്ട് വരാം. എന്നാൽ ഞാൻ വിളിച്ച് നോക്കാമേ. എന്നെ കാണിക്കുന്നത് ഹരീഷിൻ്റെ വർക്ക്ഷോപ്പാണ്. എന്താണ് അവൻ പറയാതെ ലീവ് എടുത്തത്? അതെനിക്കറിയത്തില്ല. അവൻ നാളെ ഇങ്ങ് വരട്ടെ. അപ്പോഴത്തേന് സുധീഷേട്ടൻ വരുന്നു. എന്താ സുധീഷേട്ടൻ ആകെ പ്ലിഞ്ഞായിരിക്കുന്നത്? അത് പനിയാ, കണ്ടിട്ട് തോന്നുന്നില്ലല്ലോ. എന്നാൽ പോയി നീ തൊട്ട് നോക്കടാ. നീ എന്നാൽ പോയി ഒരു ചായ വാങ്ങിച്ചോണ്ട് വാ. ഈ സമയത്ത് എന്താ ഏട്ടാ ചായ കുടിക്കുന്നത്? നീ ഒന്ന് പോയി മേടിച്ചോണ്ട് വാ. എന്തോ പ്രശ്നമുണ്ട്, അത് സീനിൽ നിന്ന് ഒഴിവാക്കുന്നത്. നിനക്ക് എന്നെ അത്ര കാണുമ്പോൾ മോശമായിട്ട് തോന്നുന്നുണ്ടോ? എന്നെ കാണുമ്പോൾ ദേഷ്യം തോന്നുന്നുണ്ടോ? അത് എപ്പോഴും അങ്ങനെ തന്നെ അല്ലയോ? എടാ ഹരീഷേ, എന്താടാ ഇങ്ങനെ? കാണിച്ച പോക്കൃത്തരം ന്യായീകരിക്കണോ? അത് വിട്. എന്നാലും ഒന്ന് ആലോചിക്കാമായിരുന്നു. ഞാൻ ന്യായീകരിക്കുന്നില്ല. ഞാൻ ചെയ്തത് വലിയ തെറ്റാണ്. എടാ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടു നടന്നു. തല പുണ്ണാക്കി. അവളുടെ കൂടെ സമയം ചെലവഴിക്കാൻ അവൾ തന്നില്ലായിരുന്നു. സ്കൂട്ടർ പഠിപ്പിക്കാൻ നോക്കിയപ്പോൾ അവൾ അതിനും സമ്മതിച്ചില്ല. അവിടെ ചെന്നപ്പോൾ അതിലും കുഴപ്പം. അതുമല്ല അച്ഛൻ്റെ പരിഹാസവും, കല്യാണം കഴിഞ്ഞ് ഇത്രയും ദിവസമായി മൊണ്ണാന്നുള്ള പരിഹാസം എല്ലാം കൂടെ കേട്ടപ്പോൾ തല പെരുത്തുപോയി. എൻ്റെ സ്ഥാനത്ത് വേറെ ആരായിരുന്നേലും ജീവിതം ആരംഭിച്ചേനെ. എന്നെ ഒന്നിനും കൊള്ളാത്തവനെന്ന് ആലോചിച്ചപ്പോഴത്തേന് എൻ്റെ തല പെരുത്തുപോയി. അതിൻ്റെ കൂടെ കള്ളും കുടിച്ചു. അച്ഛൻ പറയുന്ന ഒരു കാര്യവും നമ്മൾ അനുസരിച്ചിട്ടില്ല. പിന്നെ ഈ കാര്യം പെട്ടെന്ന് പോയി അനുസരിച്ചു. സുധീഷേട്ടന് ഏട്ടത്തെ ഇഷ്ടമാണെന്നറിയാം. പക്ഷെ അതിന് ഇതാണോ ചെയ്യേണ്ടത്? എടാ ഞാൻ അതിനൊന്നും ചെയ്തില്ല. ആ മുറിയിൽ കയറിപ്പോയെന്നേ ഉള്ളൂ. എടാ ഞാൻ ആ മുറിയിൽ കയറിപ്പോയെന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് പ്രശ്നം? അത് ഏട്ടത്തെ ഏട്ടനെ അങ്ങനെ കാണുന്നുണ്ടോ? അത് സുധീഷേട്ടനും അറിയുന്നതല്ലയോ? എന്നിട്ടാണോ ഇങ്ങനെ ചോദിക്കുന്നത്? ആകെ ഏട്ടത്തിക്ക് നമ്മുടെ വീട്ടുകാരോട് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, അതും പോയി കിട്ടി. ഇത്ര ഉണ്ടായിട്ട് ഏട്ടത്തി ഇവിടെ നിൽക്കണമെന്ന് പോലും നമ്മൾ ആഗ്രഹിച്ചുകൂടാ.
സുധീഷ് ചേട്ടൻ ചെയ്തത് വലിയ തെറ്റായിപ്പോയി. ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത്? സോറി പറയാൻ ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല, മെസ്സേജ് അയച്ചാൽ കണ്ടാലും റിപ്ലൈ തരത്തില്ല. എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുകയാണ്. ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത്? ഒന്നും ചെയ്യണ്ട, ചെയ്യാനുള്ളത് ചെയ്തു വെച്ചിട്ട് ഇനി എന്താ ചെയ്യാനാ? ഒന്നും ചെയ്യണ്ട, കുറച്ച് നേരം വെറുതെ ഇരിക്കും. പിന്നെ നിധി ഹോസ്റ്റലിൽ വരുന്നു. ഇതാണ് ഹോസ്റ്റൽ, ഇവിടെ റൂം കാണുമോ? വരാന്തയിൽ കിടന്നോളാന്ന് പറഞ്ഞാൽ അവിടെ ഒരു കട്ടിലിട്ട് തരും, അതാണ് ആള്. ഗുഡ് ഈവനിങ് മാഡം. ഇത് ആരാണ് വിദ്യ? വിസിറ്റേഴ്സിനെ ഇവിടെ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞതല്ലേ? ഇത് വിസിറ്റേഴ്സ് അല്ല, ഇവിടെ താമസിക്കാൻ വന്നതാണ്. റൂം ഇവിടെ ഒഴിവുണ്ടോയെന്ന് അറിയാൻ വന്നതാണ്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടിയാണ്, പേര് നിധി. ആണെങ്കിൽ സിംഗിൾ റൂമും ഷെയറിംഗ് റൂമാണ് ഉള്ളത്. സിംഗിൾ റൂമിനാണെങ്കിൽ മാസം 10,000 രൂപയും ഷെയറിംഗ് റൂമാണെങ്കിൽ മാസം 7,000 രൂപയും മതി. ഏതാണ് വേണ്ടത്? എനിക്ക് ഷെയറിംഗ് റൂം മതിയേ. 1 മാസത്തെ വാടക മുൻകൂറായിട്ട് അടയ്ക്കണം. അത് ഇച്ചിരി കുറയ്ക്കാൻ പറ്റുമോ? ഞാനിപ്പം ജോലിക്ക് കയറിയിട്ട് 1 മാസം ആയതേ ഉള്ളൂ. 1 മാസത്തെ വാടക തന്നെ മുൻകൂറായിട്ട് അടയ്ക്കാം. എനിക്കൊന്ന് മുറിയൊക്കെ കാണണമായിരുന്നു. നിധിയെ മുറി കൊണ്ട് കാണിക്കുന്നു. ബാ വരൂ. മുറി ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ബാത്റൂം കാണണം. ബാത്റൂം ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഫുഡിൻ്റെയൊക്കെ സമയമൊക്കെ പറയുന്നു. തനിക്ക് ഓക്കെ അല്ലയോ? എനിക്കിഷ്ടമായി. നിധി ആധാർ കാർഡും കൂടി ഒരു ഫോട്ടോ എടുത്തിട്ട് കൊടുക്കുന്നു. ഞാൻ വീട്ടിൽ പോയി ഇന്ന് തന്നെ സാധനം എടുത്തുകൊണ്ട് വരാം. വരുമ്പോൾ ലോക്കർ ഗാർഡിയനെയും കൂട്ടിക്കൊണ്ട് വരണം. അവരുടെ ഡീറ്റെയിലും വേണം. അഡ്വാൻസ് ഇന്ന് തന്നെ അടയ്ക്കുമല്ലോ? അഡ്വാൻസ് കൊടുക്കുന്നു. അപ്പോഴത്തേനും വരുമ്പോൾ റെസിപ്റ്റ് തരാം. ദിവ്യ, ഞാൻ ബാഗ് സാധനം എടുത്തിട്ട് വരാം. എന്നാൽ ശരി. സുഭാഷ് ചേട്ടൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് നിധി പോകുന്നു. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണേ.